സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് ഞാനും എന്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എന്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഒരു കരാർ ഒപ്പിട്ട് കരാർ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാണ് അവർ എഴുതി പിടിപ്പിക്കുന്നത്. ഇന്നലെ അവരുടെ ഒരു മേധാവിയെതിരെ ഞാൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആ സ്ക്രീൻഷോട്ടിൽ അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഭക്ഷണം കിട്ടാതെയാണ് വിജയേട്ടന്റെ മകനും മരിച്ചിരിക്കുന്നതെന്ന്. 50 വർഷം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആള് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ഭക്ഷണം കിട്ടാതെ പുറമിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നു? 18 വർഷമായി ഞങ്ങൾ ഇവിടെ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ എന്താണ്, വിജയേട്ടൻ അയാളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കരളലിയിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടിരുന്നത് എന്നാണ് പിന്നെ അയാൾ പറഞ്ഞൊരു ആക്ഷേപം. അതിനും കൂടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ ഒരു സുഹൃത്തിന് ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഞാൻ പോയിട്ട് ഓപ്പോസിറ്റ് ആരാണോ പ്രതിയായിട്ട് വരുന്നത് അവരോട് പോയി സംസാരിക്കുക ചെയ്യാം. ഈ ഷാജി ചുള്ളിയോട് എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ എന്റെ കണ്ട് പോലും ഓർമ്മയില്ല. ഈ വീട്ടിൽ ഒരു പ്രാവശ്യം പോലും അയാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവരിങ്ങനെ അനാവശ്യങ്ങളും അസംബന്ധങ്ങളും മാത്രം വിളിച്ചു പറയുന്നത് ഇനിയെങ്കിലും ഒഴിവാക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, കണ്ട ആൾക്കാർ ഇതിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നേതൃത്വം പറയട്ടെ. ഉപസമിതി എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളാണ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഉറപ്പാണ്. അവര് പറയട്ടെ, അച്ഛന്റെ കത്ത് വ്യാജമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല എങ്കിൽ ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് വേണ്ട, അച്ഛന്റെ കത്ത് വ്യാജമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോരാ. നേതൃത്വത്തിൽ നിന്നിട്ട് അതിന്റെ പറയേണ്ടവർ തന്നെ പറയണം. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ചെവി കൊള്ളില്ല. പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരു കട്ടയം കിട്ടിയാൽ പോലും ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഇതാവില്ല. അതിനനുസരിച്ച് ഞങ്ങൾ ഇന്നോ നാളെയായിട്ട് മുഖ്യമന്ത്രിനെ കാണാൻ പോവാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോവാണ്. ബാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അവരുടെ എഗ്രിമെന്റിന്റെ കാര്യം. എഗ്രിമെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എനിക്ക് എഴുതി ഒപ്പിട്ട് വന്ന കാര്യമാണ്. ജൂൺ 30-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് തീർത്തു വരുന്നു. ഇന്നലെ DP രാജശേഖരൻ പറഞ്ഞല്ലോ, സിദ്ദീഖും അനിൽകുമാറും പറഞ്ഞതനുസരിച്ച് ഇപ്പം ഒരു നീക്കുപോക്കുമില്ല. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ബാങ്കിന് ഇടപെടേണ്ടി വരും. അവരുടെ ആ വാക്കിനകത്ത് ഇത്രയും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നവരും ഇത്രയും ഭീകരന്മാരുമായതുകൊണ്ട് എനിക്ക് ആ വാക്കിൽ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, സെപ്റ്റംബർ 30 എന്നൊരു ഡേറ്റ് ഞാനും എന്റെ ഭർത്താവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുക്കുകയാണ്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എന്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. എവിടെയാണ് ഇത്തരത്തില് സമരപരിപാടി ആഘോഷിക്കുന്നത്? സിസിയിലാണ് ഇപ്പം. നീതി കിട്ടട്ടെ. ഞങ്ങൾക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളല്ലേ.